പശ്ചിമേഷ്യയും ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും ഒരുപോലെ വിറപ്പിക്കുന്ന രീതിയിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് വികസിക്കുന്നത്. വെറുമൊരു പ്രാദേശിക യുദ്ധം എന്നതിലുപരി ആഗോള സാമ്പത്തിക വ്യവസ്ഥയും സാമ്പത്തിക മേഖലയും തകർക്കാൻ കെൽപ്പുള്ള ഒരു ബഹുമുഖ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ യുദ്ധതന്ത്രങ്ങളും ഇറാന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഭീഷണികളും ഈ പ്രതിസന്ധിയെ അതീവ സങ്കീർണമാക്കുന്നു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്ന പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ഇറാന്റെ സൈനിക നട്ടൽ ഒടിക്കുക എന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം. യുദ്ധം മാസങ്ങളോളം നീണ്ടുപോകുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇറാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനാണ് ട്രംപിന്റെ തീരുമാനം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് തൽക്കാലം സൈനിക നടപടിയിൽ നിന്നും ഒഴിവാക്കാൻ ട്രംപ് നിർദ്ദേശിച്ചു. കടലിടുക്ക് തുറക്കുന്നത് യുദ്ധത്തിന് ശേഷമുള്ള നയതന്ത്ര നീക്കങ്ങളിലൂടെ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. യുദ്ധത്തിനിടയിൽ ഇതിനായി ശ്രമിക്കുന്നത് സൈനിക ശ്രദ്ധ തിരിക്കാനും നടപടി വൈകിപ്പിക്കാനും മാത്രമേ ഉപകരിക്കൂ എന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പക്കലുള്ള ദീർഘദൂര മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇസ്രയേലിനും മറ്റ് സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രാഥമികമായ ലക്ഷ്യം. തനിച്ച് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. ഇന്ധനത്തിനായി ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ മുന്നോട്ട് വരണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇത് അമേരിക്കയുടെ സൈനിക ചെലവ് കുറയ്ക്കാനും അന്താരാഷ്ട്ര പിന്തുണ നേടിയെടുക്കാനുമുള്ള നീക്കമായി കാണാം. അമേരിക്ക സൈനിക കരുത്ത് കാട്ടുമ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ പ്രത്യാക്രമണ ഭീഷണിയാണ് ഇറാന്റെ IRGC ഉയർത്തുന്നത്. യുദ്ധം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ലെന്നും അത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളെ ബാധിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യം വെക്കുന്ന അമേരിക്കൻ നടപടികൾക്ക് പകരമായി ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളെ തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ ഇറാൻ ഉദ്യോഗസ്ഥന്റെ മരണത്തിനും പകരമായി ഈ കമ്പനികളിൽ ഓരോ യൂണിറ്റ് വീതം നശിപ്പിക്കപ്പെടുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് കേവലം സൈബർ ആക്രമണമല്ല, മറിച്ച് ഫിസിക്കൽ ആക്രമണങ്ങളിലേക്കും നീങ്ങാമെന്ന സൂചനയാണ് നൽകുന്നത്. ഇതിനോടകം തന്നെ 18 പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ പട്ടിക ഇറാൻ പുറത്തുവിട്ട് കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ ആക്രമണം ആരംഭിക്കുമെന്നും ജീവനക്കാർക്ക് തൊഴിലിടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയതും ആഗോള തലത്തിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഇറാന്റെ സായുധ സേനാ ബഡ്ജറ്റ് ധനകാര്യ മേധാവി ജംഷീദ് ഇഷാഖിയുടെ വധമാണ്. സൈന്യത്തിന് ആവശ്യമായ ഫണ്ടിംഗ് ഏകോപിപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിലും നിർണായകമായി പങ്കുവച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വധം ഇറാന്റെ പ്രതിരോധ ബഡ്ജറ്റിനെയും സൈനിക ആസൂത്രണത്തെയും പ്രതിസന്ധിയിലാക്കും. ഇഷാഖിന്റെ വധത്തിന് പകരം വീട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് സംഘർഷം കൂടുതൽ വഷളാകാൻ കാരണമായി. അമേരിക്കൻ ടെക് കമ്പനികൾക്കെതിരെയുള്ള ഭീഷണി ഇതിന്റെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ഇതിന്റെ അനന്തരഫലങ്ങൾ ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഹോർമുസ് കടലിടുക്കിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇത് ഇന്ത്യ അടക്കമുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കും. ഗൂഗിൾ, മെറ്റ തുടങ്ങിയ കമ്പനികൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ആഗോള കമ്മ്യൂണിക്കേഷൻ ശൃംഖലയെ അത് ബാധിക്കും. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങളും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിശ്ചലമാക്കാൻ ഇത് കാരണമാകും. റഷ്യയും ചൈനയും ഇറാനോട് പുലർത്തുന്ന സമീപനവും ഇസ്രയേൽ അമേരിക്കയ്ക്ക് നൽകുന്ന പിന്തുണയും ഈ പ്രാദേശിക യുദ്ധത്തെ ഒരു ആഗോള യുദ്ധത്തിലേക്കും നയിച്ചേക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണപരമായ വിദേശ നയവും ഇറാന്റെ സന്ധിയില്ലാത്ത നിലപാടുകളും ലോകത്തെ ഒരു വൻ ദുരന്തത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. സൈനിക നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ സാമ്പത്തികവും സാങ്കേതികമായ ഘടകങ്ങൾ ഈ യുദ്ധത്തിൽ ഇഴചേർന്നിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തൽക്കാലം ഒഴിവാക്കാൻ അമേരിക്ക തീരുമാനിച്ചെങ്കിലും ഇറാൻ പ്രയോഗിക്കുന്ന ടെക് യുദ്ധം പുതിയൊരു വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ഇടപെടലുകൾ മാത്രമായിരിക്കും ഈ മഹാദുരന്തം ഒഴിവാക്കാനുള്ള ഏക പോംവഴി. ഏപ്രിൽ 1 എന്ന ഇറാന്റെ സമയപരിധി ലോകം അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്.